നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിനേഷ് ഫോഗട്ടിനെ മുൻനിർത്തി കഴിഞ്ഞ ഒളിമ്പിക്സിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ അതിൽ കളിച്ച രാഷ്ട്രീയം നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ മറ്റൊരു ഇരയെ കൂടി BJP വിരുദ്ധർക്ക് കിട്ടിയിരിക്കുന്നു. പക്ഷേ അത് പാളിപ്പോയി. കഴിഞ്ഞ ഒളിമ്പിക്സിലാണ് 100 ഗ്രാം ഭാരം കൂടിപ്പോയതിൻ്റെ പേരിൽ വിനേഷ് ഫോഗട്ടിന് ഫൈനലിൽ മത്സരിക്കാനുള്ള യോഗ്യത നിഷേധിക്കപ്പെടുന്നതും മറ്റൊരു ഫൈനലിസ്റ്റിന് ഗോൾഡ് മെഡൽ പോകുന്നതുമെല്ലാം. ഇന്ത്യ സത്യത്തിൽ അവിടെ ആ ഗെയിമിൽ ഗുസ്തി മത്സരത്തിൽ അയോഗ്യരായി പോവുകയായിരുന്നു വിനയ് ഫോഗട്ടിലൂടെ. മത്സരത്തിൻ്റെ തലേന്ന് അവർ മത്സരിക്കാൻ ഇറങ്ങുന്ന ആ വിഭാഗത്തിൽ പരമാവധി വെയിറ്റ് എത്രയുണ്ടാകണമോ, പരമാവധി ഭാരം എത്രയുണ്ടാകണമോ അതിൽ നിന്നും 100 ഗ്രാം അധികമായിരുന്നു. ഈ ഭാരം കുറയ്ക്കാനുള്ള എല്ലാവിധ നടപടികളും മത്സരത്തിന് 2 ദിവസം മുമ്പ് വിനേഷ് ഫോഗട്ട് സ്വീകരിച്ചിരുന്നു. പക്ഷേ അത് സാധിച്ചില്ല. അങ്ങനെ മത്സരത്തിൽ നിന്നും പുറത്തായി. അതിന് പിന്നിൽ മോദി സർക്കാരാണ്. അന്താരാഷ്ട്ര തലത്തിൽ നിന്നാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുക. ഒളിമ്പിക്സ് നടക്കുന്നത് ഇന്ത്യയിൽ പോലുമല്ല, മറ്റൊരു വിദേശ രാജ്യത്താണ്. എന്നിട്ട് പോലും അവിടെ മോദി സർക്കാർ സമ്മർദ്ദം ചെലുത്തി വിനേഷ് ഫോഗട്ടിനെതിരെ പ്രവർത്തിച്ചുവെന്നും വിനേഷ് ഫോഗട്ടിൻ്റെ മെഡൽ നിഷേധിച്ചു എന്നുമൊക്കെയുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ ഇന്ത്യയിൽ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നത് നമ്മൾ കണ്ടതാണ്. അതായത് കേട്ടാൽ വിശ്വസിക്കാൻ ഒരു തരത്തിലും പറ്റാത്ത രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ നരേറ്റീവാണ് വിനേഷ് ഫോഗട്ട് വിഷയത്തിൽ കോൺഗ്രസ് പയറ്റിയത്. വിനേഷ് ഫോഗട്ട് അതിന് മൗന സമ്മതം നൽകുകയും ചെയ്തു. അതെന്തിനു വേണ്ടിയായിരുന്നു എന്ന് നമുക്കറിയാം. ഹരിയാന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിരുന്നു. അതിന് തക്കതായ മറുപടി ഹരിയാനയിലെ ജനങ്ങൾ കൊടുക്കുകയും ചെയ്തു. എന്തായാലും ഈ രീതിയിൽ ഒരു രാഷ്ട്രീയ പ്രചരണത്തിന് അന്ന് നമ്മൾ സാക്ഷ്യം വഹിച്ചതാണ്. ഇപ്പോഴിതാ മനു ഭാക്കർ, അതേ ഒളിമ്പിക്സിൽ 2 വെങ്കല മെഡൽ നേടിയ മനു ഭാക്കറിന് ഖേൽ രത്ന പുരസ്കാര പട്ടികയിൽ ഇടം കണ്ടെത്താൻ കഴിയാതെ പോയത് എന്തുകൊണ്ട് എന്നൊരു വിവാദം കത്തിക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാരിനെതിരെ മനു ഭാക്കറിനെ കൊണ്ട് ചില പ്രസ്താവനകൾ പുറപ്പെടുവിക്കാനുള്ള ശ്രമം നടന്നു. ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കാണിക്കാനുള്ള ശ്രമം നടന്നു. പക്ഷേ അതെല്ലാം തകർന്നടിഞ്ഞു പോയിരിക്കുകയാണ്. ഇപ്പോൾ മനു ഭാക്കർ തന്നെ വിശദമായ ഒരു കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമല്ല, ഒരു അത്ലറ്റ് എന്ന രീതിയിൽ മത്സരിക്കുക, വിജയിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. അവാർഡുകൾ തീർച്ചയായും ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാകാം, പക്ഷെ അത് ഒരു ലക്ഷ്യമല്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സ്പെക്കുലേഷൻ, അതായത് ഊഹാപോഹങ്ങൾ പരത്തരുത്. ഇത് തൻ്റെ കൂടി ഭാഗത്ത് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് തൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ്, അല്ലാതെ കേന്ദ്ര സർക്കാരിൻ്റെ വീഴ്ചയല്ല എന്ന് കൃത്യമായി വിശദീകരണക്കുറിപ്പ് ഇറക്കുക കൂടി ചെയ്തിരിക്കുകയാണ്. എന്തായാലും കേന്ദ്ര കായിക മന്ത്രാലയം ഇതുവരെ ലിസ്റ്റ് അംഗീകരിച്ചിട്ടില്ല. അന്തിമ തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ ഇത്തരത്തിൽ മനു ഭാക്കറിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് രാഷ്ട്രീയ വിവാദമുണ്ടാക്കാൻ പ്രതിപക്ഷ കക്ഷികൾ ശ്രമിക്കുകയും പരാജയപ്പെട്ടു പോവുകയും ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത്. തീവ്രവാദികളെ തുറന്നു വിടുന്ന സ്വഭാവം ബംഗ്ലാദേശ് പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന മുഹമ്മദ് യൂനസ് തുടരുകയാണ്. ഇന്ന് പുറത്തുവിട്ടത് ഒരു വലിയ കൊടും ഭീകരനെയാണ്. അധികാരമേറ്റെടുത്തയുടൻ തന്നെ ബംഗ്ലാദേശിലെ ഇടക്കാല പ്രധാനമന്ത്രി എന്ന് വിളിക്കാവുന്ന മുഹമ്മദ് യൂനസ് ഒരു തീരുമാനമെടുത്തിരുന്നു. ജയിലിൽ കഴിയുന്ന ഇന്ത്യ വിരുദ്ധരായ ഭീകരവാദികളെയെല്ലാം തുറന്നു വിടുക എന്നുള്ളത്. ഇതനുസരിച്ച് വലിയ കൊടും ഭീകരരെ തുറന്നുവിട്ടിരുന്നു. അവർ തുറന്നുവിട്ട് പുറത്തു വന്നയുടൻ തന്നെ ഇന്ത്യക്കെതിരെ കടുത്ത ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ, പശ്ചിമ ബംഗാളിൽ പ്രശ്നങ്ങളുണ്ടാക്കും, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്ന് അടർത്തി മാറ്റും എന്നൊക്കെ വലിയ വീരവാദങ്ങൾ മുഴക്കുന്നത് നമ്മൾ കേട്ടതാണ്. ഇപ്പോഴിതാ 17 വർഷം ജയിലിലായിരുന്ന അബ്ദുൽ സലാം പിൻറ്റു എന്ന ഇന്ത്യ വിരുദ്ധനായ ഒരു ഭീകരനെ കൂടി മുഹമ്മദ് യൂനസ് തുറന്നുവിട്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നടന്ന ധാരാളം ഭീകരാക്രമണങ്ങളുടെ മുഖ്യ സൂത്രധാരൻ ഇയാളാണ് എന്ന് കരുതപ്പെടുന്നുണ്ട്. 2006 വാരാണസി കോടതിയിൽ നടന്ന ബോംബ് സ്ഫോടനം, 2007 അജ്മീർ ഷെരീഫ് ദർഗയിലുണ്ടായ ബോംബ് സ്ഫോടനം, 2011 മുംബൈയിൽ നടന്ന ബോംബ് സ്ഫോടനം എന്നീ കേസുകളിലൊക്കെ ഇയാൾ പ്രതിയാണ്. ഇയാൾ 17 കൊല്ലം മുമ്പ് അറസ്റ്റിലാകുന്നത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയെ വധിക്കാൻ ശ്രമിച്ചു എന്ന പേരിലാണ്. ഗ്രനേഡ് എറിഞ്ഞിട്ടാണ് പ്രധാനമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചത്. ആ കേസിൽ അറസ്റ്റിലായിരുന്ന, ജയിലിൽ കഴിയുകയായിരുന്ന കൊടും ഭീകരനെയാണ് ഇപ്പോൾ മുഹമ്മദ് യൂനസ് സർക്കാർ സ്വതന്ത്രനാക്കിയിരിക്കുന്നത്. സ്വർണ്ണക്കടത്തും മയക്കുമരുന്ന് കടത്തും അതുപോലെ തന്നെ ഹവാല ഇടപാടുകൾക്കും പേരുകേട്ട ജില്ലയാണ് മലപ്പുറം ജില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ട് അധിക നാളായില്ല. അതിന് മുഖ്യമന്ത്രിക്കെതിരെ വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉയർന്നതും നമ്മൾ കണ്ടതാണ്.
ഇന്ന് മലപ്പുറത്ത് വലിയ ലഹരി വേട്ട തന്നെ നടന്നിരിക്കുകയാണ്. 510 ഗ്രാം MDMA ആണ് ഒരു യുവാവിൽ നിന്നും പിടികൂടിയത്. ഇത് വിദേശത്തു നിന്നും ഒമാനിൽ നിന്നും ഇറക്കുമതി ചെയ്തതാണ് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. സത്യത്തിൽ ATSഉം എയർപോർട്ട് കസ്റ്റംസുമാണ് ഈ ഒരു ഇടപാടുകൾ ആദ്യം കണ്ടെത്തുന്നത്. ഈ രണ്ട് ഏജൻസികളുമാണ് കേരള പോലീസിന് ഇത് സംബന്ധിക്കുന്ന രഹസ്യ വിവരം നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇന്ന് ഒരു ഹോട്ടലിലെ ഒരു റിസോർട്ടിലെ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിട്ടിരുന്ന ഒരു വാഹനത്തിൽ നിന്നും 512 ഗ്രാം അതിമാരകമായ രാസലഹരി വസ്തുവായ MDMA പിടികൂടിയത്. ഇതുമായി ബന്ധപ്പെട്ടൊരു യുവാവിനെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഈ കാളികാവ് സ്വദേശി മുഹമ്മദ് ഷബീബാണ് അറസ്റ്റിലായിട്ടുള്ളത്. 510 ഗ്രാം MDMA എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും ഒരു വലിയ ഇടപാടാണ്. കേരളത്തിന് ഇനി നടക്കാൻ പോകുന്ന ന്യൂ ഇയർ പാർട്ടികളിൽ വിളമ്പാനാണ് ഇത്തരത്തിലുള്ള MDMA കൊണ്ടുവന്നത് എന്ന വിവരമുണ്ട്. ഈ മുഹമ്മദ് ഷബീബ് ഏറെക്കാലമായി വിദേശത്ത് ജോലി ചെയ്തിരുന്നയാളാണ്. അയാൾ ഈ നാട്ടിൽ വന്നതിന് ശേഷം ഒമാനിൽ നിന്നും ഇത്തരത്തിൽ മയക്കുമരുന്ന് ഇറക്കുമതി ചെയ്ത് കൊച്ചിയിലും ഗോവയിലുമൊക്കെ വിറ്റഴിച്ചുകൊണ്ട് വലിയ ലാഭമുണ്ടാക്കാം എന്ന രീതിയിൽ ഇയാൾ മയക്കുമരുന്നുമായി എത്തിയത്. തീർച്ചയായും ഇയാൾ പിടിയിലായിട്ടുണ്ട്. ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് ലഭിക്കുന്നത് മറ്റൊരു നിർണായകമായ വിവരമാണ്. 2 നടിമാരെ കാത്തു നിൽക്കുകയായിരുന്നു. ന്യൂ ഇയർ പാർട്ടികൾ ആഘോഷിക്കാനായി MDMA വാങ്ങാനെത്തിയ കസ്റ്റമേഴ്സായിട്ടുള്ള 2 നടിമാരെ കാത്തു നിൽക്കുമ്പോഴാണ് പിടിയിലായത് എന്ന് മൊഴി നൽകിയിട്ടുമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം ഉണ്ടാകും. സെമി ക്രിസ്റ്റൽ രൂപത്തിലായിരുന്നു ഈ MDMA ഉണ്ടായിരുന്നത്. 2 മാസം മുമ്പാണ് ഈ മുഹമ്മദ് ഷബീബ് ഒമാനിൽ നിന്നും നാട്ടിലെത്തി ഈ മയക്കുമരുന്ന് കച്ചവടം നടത്തി ലാഭമുണ്ടാക്കുക എന്നതാണ് അയാളുടെ ഉദ്ദേശമെന്നും പറയപ്പെടുന്നു. പക്ഷേ പോലീസ് ഇത് കൃത്യമായി വിശ്വസിച്ചിട്ടില്ല. മുഹമ്മദ് ഷബീബിനെ കൂടാതെ മറ്റൊരാളെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ പ്രതികൾ ഈ കേസിൽ ഉണ്ടാകുമോ എന്ന് അന്വേഷിച്ചു വരികയുമാണ് പോലീസ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.